മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ഏപ്രിൽ 7 ചൊവ്വ. തിരഞ്ഞെടുപ്പ് കാലത്ത് ഓശാരമായി നൽകുന്ന 900 രൂപയുടെ ഭക്ഷ്യക്കിറ്റ് വഴിയാണ് മാറ്റം കൊണ്ടുവരുന്നതെങ്കിൽ ആ രാഷ്ട്രീയ നിലപാടും ആശയഗതികളും എത്രമേൽ ദയനീയമാണെന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. വോട്ടിന് കിറ്റ്, കേരളത്തെ പറയിക്കരുത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ BJP തൃശൂർ ജില്ലയിലെ ചില നിയോജക മണ്ഡലങ്ങളിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നത് പിടികൂടപ്പെട്ടത് ഞായറാഴ്ച ക്രമസമാധാന പ്രശ്നമായി മാറി. മണലൂർ മണ്ഡലത്തിലെ വാടാനപ്പള്ളിയിൽ BJP നേതൃത്വത്തിൽ സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന് തയ്യാറാക്കുന്നു എന്ന് കേട്ടറിഞ്ഞ് മണലൂരിലെ സ്ഥാനാർത്ഥി TN പ്രതാപന്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തകരെത്തി ഗോഡൌണിലേക്ക് കടക്കാൻ ശ്രമിച്ചത് UDF BJP പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിനും അറസ്റ്റിനും ഇടയാക്കി. ഗോഡൌണിൽ നിന്ന് ഏതാനും ഭക്ഷ്യക്കിറ്റുകളും പോലീസ് കണ്ടെടുത്തു. തലേനാൾ ശനിയാഴ്ച തൃശൂരിലെ തന്നെ ഒളരിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നടന്ന ഭക്ഷ്യക്കിറ്റ് വിതരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്പെഷ്യൽ സ്ക്വാഡ് തന്നെ കണ്ടെത്തി തടഞ്ഞിരുന്നു. കിറ്റ് വിതരണം അറിഞ്ഞ് ഉദ്യോഗസ്ഥർ എത്തുമ്പോഴേക്ക് 75 കിറ്റുകൾ നൽകി കഴിഞ്ഞിരുന്നു. അവശേഷിച്ച 26 കിറ്റുകൾ പിടിച്ചെടുത്തു. സംഭവത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആലപ്പുഴയിലെ ചേർത്തല, പള്ളിപ്പുറം, തുറവൂർ എന്നിവിടങ്ങളിൽ BJP വോട്ടിനു വേണ്ടി സാരി വിതരണം ചെയ്തുവെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇത്തരം സൗജന്യ വിതരണങ്ങൾ നടന്നതായി പരാതിയുണ്ടായിരുന്നു. ആ മുൻ അനുഭവമുള്ളതുകൊണ്ടാവണം രാഷ്ട്രീയ പ്രവർത്തകരുടെ ജാഗ്രതയിൽ ഇപ്പോൾ ഈ അന്യായം പിടികൂടപ്പെടുന്നത്. സംഭവങ്ങളിൽ നിന്ന് തടിയൂരാൻ ശ്രമിക്കുന്ന BJP നേതൃത്വം അറിഞ്ഞു തന്നെയാണ് ഉത്തരേന്ത്യയിൽ പലയിടത്തും പ്രചാരത്തിലുള്ളതും കേരളത്തിന് അന്യവുമായ ഈ തിരഞ്ഞെടുപ്പ് അത്യാചാരം എന്ന് വേണം മനസ്സിലാക്കാൻ. കേരളത്തിൽ മുന്നണികൾക്ക് നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് മുന്നിൽ. ഇടത് ഐക്യമുന്നണികൾക്ക് ഇത് യഥാക്രമം നൈരന്തര്യത്തിനും നിലനിൽപ്പിനുമുള്ള തെരഞ്ഞെടുപ്പ് യുദ്ധമാണ്. BJP നയിക്കുന്ന NDAയ്ക്കാകട്ടെ വീണ്ടും നിൽക്കക്കള്ളി ഒരുക്കാനും അത് വിപുലപ്പെടുത്താനുമുള്ള ജീവൻ മരണ പോരാട്ടവും. കേരളത്തിന്റെ ഭാവി സംബന്ധിച്ച് നിർണായക രാഷ്ട്രീയ ഗതിവിഗതികൾക്ക് വഴിയൊരുക്കിയേക്കാവുന്ന ഈ തിരഞ്ഞെടുപ്പിനെ അത് അർഹിക്കുന്ന ഗൗരവത്തോടെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമ്മതിദായകരും കാണുന്നത്. 2 ടേം ഭരിച്ചവരുടെ വികസന സംരംഭങ്ങളും അവരെ മാറ്റാനൊരുങ്ങുന്ന പ്രതിപക്ഷ മുന്നണിയുടെ സ്വപ്ന വാഗ്ദാനങ്ങളും മാത്രമല്ല, ഇരുമുന്നണികളുടെ രാഷ്ട്രീയ സാമൂഹിക വീക്ഷണങ്ങളും നിലപാടുകളും പ്രചാരണത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാമൂഹിക ധ്രുവീകരണത്തിനും ശൈഥില്യത്തിനും വഴിയൊരുക്കിയ വിദ്വേഷ രാഷ്ട്രീയത്തെ കേരളത്തിൽ നനച്ചു വളർത്താനുള്ള ശ്രമം ഫാസിസ്റ്റുകൾ ത്വരിതപ്പെടുത്തിയിരിക്കെ അതിനോട് സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ചും ഇടതു ഐക്യമുന്നണികൾ തമ്മിൽ ശക്തമായ ആശയസമരവും നടന്നുവരുന്നുണ്ട്. അതിനിടെയാണ് വോട്ടർമാരെ സൗജന്യങ്ങൾ നൽകി പാട്ടിലാക്കാനുള്ള ശ്രമം ഒരു വിഭാഗം നടത്തുന്നത് കയ്യോടെ പിടികൂടിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടത്തിൽ പാവപ്പെട്ടവരുടെ ദയനീയത ചൂഷണം ചെയ്ത് പണവും മദ്യവുമൊക്കെ നൽകി വോട്ടർമാരെ പാട്ടിലാക്കുന്ന ഏർപ്പാട് ഒറ്റപ്പെട്ടെങ്കിലും രഹസ്യമായി നടക്കാറുണ്ട്. എന്നാൽ പരസ്യമായി തന്നെ സൗജന്യ പ്രഖ്യാപനങ്ങളും സമ്മാന വിതരണങ്ങളും നടത്തുന്ന പരിപാടി ഉത്തരേന്ത്യൻ തിരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. വോട്ടർമാരെ നാട്ടുമൂപ്പന്മാരുടെ നേതൃത്വത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് ആട്ടിത്തെളിക്കുന്ന അന്നാടുകളിൽ അത്തരം സൗജന്യ സമ്മാന വിതരണ മേളകൾ തിരഞ്ഞെടുപ്പിന്റെ തന്നെ ഭാഗമായി നടന്നുവരുന്നതാണ്. പണം, സാരി, TV, സൈക്കിൾ തുടങ്ങിയവയൊക്കെ പല പാർട്ടികളും അവരുടെ ആവതനുസരിച്ച് നൽകി വരുന്നുമുണ്ട്. ഇതേ രീതി രാഷ്ട്രീയ പ്രബുദ്ധതയിൽ സാമാന്യന് മികച്ചു നിൽക്കുന്ന കേരളത്തിൽ അതേപടി എടുത്തു പകർത്തുന്നത് അനുചിതവും അനാശാസ്യവും കേരളത്തെ അവമതിക്കുന്നതുമാണ്. തിരഞ്ഞെടുപ്പ് ജയത്തിന് ഇത്തരം വളഞ്ഞ ഒളിവഴികൾ സ്വീകരിക്കുന്നത് അതിന് ദൃഷ്ടരായ രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ ആദർശ പാപ്പരത്വമാണ് അനാവൃതമാക്കുന്നത്. മാറാത്തത് മാറും, കേരളം വളരും എന്ന മുദ്രാവാക്യം മുഴക്കുന്ന BJP തിരഞ്ഞെടുപ്പ് കാലത്ത് ഓശാരമായി നൽകുന്ന 900 രൂപയുടെ ഭക്ഷ്യക്കിറ്റ് വഴിയാണ് മാറ്റം കൊണ്ടുവരുന്നതെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാടും ആശയഗതികളും എത്രമേൽ ദയനീയം എന്നേ പറയേണ്ടൂ. തിരഞ്ഞെടുപ്പിൽ സൗജന്യ വാഗ്ദാനങ്ങൾ ചൊരിഞ്ഞ് മധുരം നുണപ്പിക്കുന്ന സംസ്കാരം വളർത്തുന്നതിനെതിരെ വലിയ വായിൽ ഒച്ചവെക്കുന്ന കക്ഷിയാണ് BJP. ഇപ്പോൾ കേരളത്തിൽ ഇരുമുന്നണികളും ചെയ്തു വരുന്നത് പോലെ വിജയിച്ചാൽ നടപ്പാക്കുന്ന വാഗ്ദാനങ്ങളിലെ സൗജന്യ പെരുമഴയെ പലപ്പോഴും എതിർക്കുക മാത്രമല്ല, അതിനെതിരെ കോടതി കയറിയിട്ടുമുണ്ട് BJP. BJPയുടെ ഡൽഹി ഘടകം നേതാവും സംഘ് പരിവാറിന്റെ സ്ഥിരം വ്യവഹാരക്കാരനുമായ അശ്വിനി കുമാർ ഉപാധ്യായ 2022 സുപ്രീം കോടതിയെ സമീപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് വിലക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് ഈ ആകാശ സ്വപ്നങ്ങൾ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നതിലെ അധാർമികതയായിരുന്നു കേസിൽ ഉയർത്തിക്കാട്ടിയത്. അതേ കക്ഷിയാണ് കിറ്റുകൾ ഒളിച്ചു കടത്തി വോട്ടുറപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിക്കപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന ഗുരുതര പ്രക്രിയയെ, കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ 900 രൂപ കിറ്റിന് തള്ളി പുച്ഛിക്കരുതേ എന്നേ പറയാനുള്ളൂ. മാധ്യമം
പോഡ്കാസ്റ്റ്.